ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇവിടെ ഓണം ആയതുകൊണ്ട് എല്ലാവരും ധൃതിയിലാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ. അതുകൊണ്ട് കമോൺ, നമുക്ക് പോയി ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, മമ്മിയാണ് ഏത്തയ്ക്ക വൃത്തിയാക്കുന്നത്. മമ്മി അതിനായിട്ട് ആദ്യം കാ പൊളിച്ച് വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിലിടുകയാണ്. മഞ്ഞൾ വെള്ളത്തിലിട്ട് കായുടെ കറയൊക്കെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിലിട്ടു. പിന്നീട് അത് വൃത്തിയായിട്ട് കഴുകി വെള്ളം മാറ്റാനായിട്ടുള്ള കിഴുത്തപാത്രത്തിനകത്തോട്ട് വെള്ളം വാലാനായിട്ട് വെക്കുവാണ്. വെള്ളം വാലാനായിട്ട് വെച്ചതിന് ശേഷം മമ്മി അത് കനം കുറഞ്ഞ പീസസായിട്ട് അരിഞ്ഞെടുക്കാൻ തുടങ്ങുകയാണ്. ചെറിയ 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 പീസായിട്ട് മമ്മി വളരെ വേഗത്തിൽ തന്നെയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമയം ഒരുപാട് മാറി ഇരുട്ടി. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗത്തിൽ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മമ്മി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മമ്മി ബാക്കി അരിയാനായിട്ട് എൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. അരിഞ്ഞ ഉപ്പേരി കഷ്ണങ്ങൾ, ഏത്തയ്ക്ക കഷ്ണങ്ങൾ ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് മമ്മി അടുപ്പിലേക്ക് തീ പകരാൻ പോയിരിക്കുകയാണ്. കുറച്ചേറെ വറക്കാനുള്ളത് കൊണ്ട് അമ്മ ഉപ്പേരി അരിയുകയും മമ്മി വറക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ഒരുപാട് വറക്കാനുള്ളത് കൊണ്ട് നമ്മൾ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് ശരിയാകില്ല. അതുകൊണ്ട് വിറകടുപ്പിൽ പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഉപ്പേരി കഷ്ണം വെച്ചു. പിന്നീട് ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായെല്ലാം കൂടി കുറേശ്ശെയായിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഇടുകയാണ് മമ്മി. വളരെ തിളച്ച് കിടക്കുന്ന എണ്ണയാണ്. ഉപ്പേരി അടുപ്പിലിരുന്ന് വേകുന്നുണ്ട്. മമ്മി അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഉപ്പേരിയായി തുടങ്ങി. ശമ്പൂട്ടൻ അതെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടേസ്റ്റിങ് നോക്കി കഴിഞ്ഞാൽ അറിയാം, വളരെ നന്നായിട്ട് തന്നെ ഉണ്ടെന്ന് അവന് മനസ്സിലായി. ഹീസ് എക്സൈറ്റഡ്. അങ്ങനെ കൂടിയ ഉപ്പേരി എല്ലാം കൂടി മമ്മി ആറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചൂടാറിയതിന് ശേഷം വേണം ഞങ്ങൾക്കെല്ലാം വാരി തിന്നാനായിട്ട്. അതെന്താന്ന് വെച്ചാൽ, അപ്പം നമ്മുടെ ശമ്പൂട്ടൻ തണുത്ത ഉപ്പേരി, ചൂടുമാറി ഉപ്പേരി ഇട്ട് അടച്ചു വെക്കാം. ഓണത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. പിന്നാലെ ചക്കര പുരട്ടിയും കളികടക്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.